Hi dears, welcome back to Fashion Week Design, Cheyanattu Junction Kattapana, Mall of Joy Kottayam, Grand Center Mall Moovattupuzha and TMS Center Mall Perumbavoor. വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഒരു കോട്ട ചെക്സ് ഫാബ്രിക്കിൽ വരുന്ന കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഫീച്ചർ ചെയ്യാൻ പോകുന്നത് നമ്മൾ. അപ്പോൾ അതൊരു വേരിയസ് ഡിഫറെന്റ് ഷെയ്ഡ്സിലാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ വേഗം തന്നെ ഡീറ്റെയിൽസ് കാണാം. ആദ്യത്തെ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഈ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. ടോപ്പിന്റെ യോക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബോക്സ് ഷേപ്പ് പാറ്റേണിലുള്ള ഫ്ലവേഴ്സിന്റെ എംബ്രോയിഡറി വർക്കാണ് ചെയ്തേക്കുന്നത്. അത് ഈ ഒരു സെറ്റിൽ ഒരു ലാവൻഡറും വയലറ്റും കൂടെ ഒരു കളർ കോമ്പിനേഷനാണ് ആ ഒരു ഫ്ലവേഴ്സിന്റെ വർക്ക് ചെയ്തേക്കുന്നത്. പിന്നെ യോക്കിൽ ഹൈലൈറ്റ് ആയിട്ട് ആ ഒരു കട്ട് വർക്ക് ചെയ്തേക്കുന്നു. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു കംപ്ലീറ്റ് ലുക്കിൽ വരും. ടോപ്പിനാണെങ്കിലും നല്ല ലെങ്ത് കിട്ടുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ സിമിലർ മെറ്റീരിയൽ തന്നെയാണ് ദുപ്പട്ടയ്ക്കും പെയർ ചെയ്തേക്കുന്നത്. കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഈ ഒരു മാവോ ഷെയ്ഡിലാണ്. ടോപ്പും ദുപ്പട്ട അതുപോലെ തന്നെ ബോട്ടം വന്നിരിക്കുന്നത്. ടോപ്പിന്റെ യോക്കിൽ കണ്ടോ ആ ഒരു ഫ്ലവറിന്റെ കളർ കോമ്പിനേഷൻ വന്നേക്കുന്ന ഒരു ലൈറ്റ് ബ്ലൂ അതുപോലെ തന്നെ ഒരു ടീൽ ബ്ലൂ ഷെയ്ഡും കൂടെ ചേർന്നിട്ടാണ്. ടോപ്പിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് തന്നെ ആ ഒരു യോക്കിന്റെ സെന്റർ പോർഷനിലെ കട്ട് വർക്കാണ്. പെയർ ചെയ്തിരിക്കുന്ന ദുപ്പട്ട ആ ഒരു സിമിലർ മെറ്റീരിയൽ തന്നെ ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഈ ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡ്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ അതൊരു ടർക്കിസ് ബ്ലൂ ആയിട്ട് ഫീൽ ചെയ്യാം, പക്ഷേ ആക്ച്വലി അതൊരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ്. ഇതിൽ ടോപ്പിൽ യോക്കിൽ ഒരു പിങ്ക് ആൻഡ് മെറൂൺ ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സിന്റെ എംബ്രോയിഡറി ഡിസൈൻ ഒരു കളർ കോമ്പിനേഷൻ ആണ് കൊടുത്തേക്കുന്നത്. പെയർ ചെയ്തിരിക്കുന്ന ദുപ്പട്ട വരുന്നത് സിമിലർ മെറ്റീരിയൽ തന്നെ. വൺ സൈഡ് സ്കാല ഫിനിഷ്ഡ് ദുപ്പട്ടയാണ് വരുന്നത്. പിന്നെ മറ്റൊരു ബോർഡറിലൂടെ നല്ല തിക്കായിട്ടുള്ള ഫ്ലവേഴ്സിന്റെ ആ ഒരു എംബ്രോയിഡറി വർക്കും അതുപോലെ തന്നെ കട്ട് വർക്കും ചെയ്തിട്ടുണ്ട്. ദുപ്പട്ടയിൽ ഓൾ ഓവർ ആ ഒരു ചെറിയ ഫ്ലവേഴ്സ് ഇങ്ങനെ സ്കാറ്റർ ചെയ്തിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഈ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു പീച്ചിന്റെ ഷെയ്ഡിലാണ്. ടോപ്പിന്റെ ബാക്ക് പോർഷൻ വരുന്നത് പ്ലെയിൻ ആയിട്ടാണ്. ടോപ്പിന്റെ യോക്കിൽ കണ്ട ഒരു ലൈറ്റ് ബ്ലൂ അതുപോലെ തന്നെ ടീൽ ബ്ലൂയും കൂടെ ചേർന്നിട്ടുള്ള കളർ കോമ്പിനേഷനുള്ള വർക്കിന്റെ എംബ്രോയിഡറി വർക്കാണ് ചെയ്തേക്കുന്നത്. സിമിലർ മെറ്റീരിയലാണ് ദുപ്പട്ടയിലും പെയർ ചെയ്തിരിക്കുന്നത്. ദുപ്പട്ടയിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് തന്നെ നമ്മുടെ ആ ഒരു വൺ ബോർഡറിലൂടെ പോയിരിക്കുന്ന തിക്കായിട്ടുള്ള ഫ്ലവേഴ്സിന്റെ ആ ഒരു എംബ്രോയിഡറി വർക്കും അതുപോലെ തന്നെ ഒരു കട്ട് വർക്കുമാണ്. പിന്നെ ദുപ്പട്ടയിലും ആ ഒരു കളർ കോമ്പിനേഷനിലെ ഒരു ബ്ലൂ ഫ്ലവേഴ്സിന്റെ സ്കാറ്റർ ചെയ്തിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട്. ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബോട്ടം വരുന്നത് കോട്ടൺ മെറ്റീരിയൽ. ഇതിന്റെ റേറ്റ് വരുന്നത് 1140 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഈ ഒരു ഓർക്കിഡ് ഷെയ്ഡിലാണ്. ടോപ്പിന്റെ യോക്കിൽ ഒരു പിങ്കും അതുപോലെ തന്നെ ഒരു വൈൻ മെറൂണും കൂടെ ചേർന്നിട്ടുള്ള കളർ കോമ്പിനേഷനുള്ള ഫ്ലവേഴ്സിന്റെ എംബ്രോയിഡറി വർക്കാണ് ചെയ്തേക്കുന്നത്. അതിൽ ഹൈലൈറ്റ് ആയിട്ട് സെന്റർ പോർഷനിലൂടെ ഈ ഒരു കട്ട് വർക്ക് കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ ഒരു മെറ്റീരിയലിന്റെ ആണെങ്കിലും ടെക്സ്ചർ വരുന്നത് ഭയങ്കര ഒരു ക്ലാസിക് ലുക്കാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഓവറോൾ വ്യൂ നോക്കാം. ഇതിന്റെ ഒരു കംപ്ലീറ്റ് വ്യൂ വരുന്നത് ടോപ്പിലാണെങ്കിൽ നല്ല ലെങ്ത് വരുന്നുണ്ട്. ടോപ്പിന്റെ ബാക്ക് സൈഡ് വരുന്നത് പ്ലെയിൻ ആയിട്ടാണ്. ടോപ്പിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് തന്നെ ആ ഒരു യോക്കിൽ വന്നിരിക്കുന്ന വർക്കാണ്. സിമിലർ മെറ്റീരിയൽ തന്നെയാണ് നമ്മുടെ ദുപ്പട്ടയ്ക്കും പെയർ ചെയ്തിരിക്കുന്നത്. ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബോട്ടം വരുന്നത് കോട്ടൺ മെറ്റീരിയൽ. അപ്പം ഇത് നമുക്കൊരു റെഗുലർ യൂസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സെമി പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള കളക്ഷനാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 1140 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. അപ്പം ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പർ വഴിയോ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്